ഹായ്, വെൽക്കം ടു I2I ചാനൽ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയുടെ സ്വന്തമായ കോട്ടപ്പാറയിലാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതാണ് കോട്ടപ്പാറ. കുറച്ച് നാളുകൾ ആയിട്ടുള്ളൂ വളരെ പ്രശസ്തമായി തുടങ്ങിയിട്ടത്. ഇത് പ്രശസ്തമാകാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മഞ്ഞാണ്. അതിശക്തമായ മഞ്ഞാണ്. ഏകദേശം ഒരു 800-1000 അടി ഹൈറ്റിലുള്ള മലനിരകളാണ് ഇവിടെ ഉള്ളത്. ആ ഹൈറ്റിൽ തന്നെയാണ് ഇവിടെ മഞ്ഞ് കട്ട. മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു പ്രതലമാണ് ഇവിടെ. അപ്പോൾ ഏകദേശം നമ്മൾ വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞിൻ്റെ മുകളിൽ നിൽക്കുന്ന, അതായത് മേഘങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരികളും കൂടെ ഒഴുകാനുള്ള മെയിനായിട്ടുള്ള കാരണം. ഇപ്പോൾ എന്തായാലും നമുക്ക് അത് കാണാനുള്ള ഭാഗ്യമൊന്നും കിട്ടിയില്ല. കാരണം നമ്മൾ ഇച്ചിരി വൈകിയാണ് വന്നത്. അത് കാരണം അതിനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഏകദേശം രാവിലെ തന്നെ എത്താൻ നോക്കുക. നല്ലൊരു കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും വന്നു കഴിയുമ്പോൾ. അപ്പോൾ എൻ്റെ ബാക്കി വിശേഷങ്ങൾ നമ്മുടെ ഒരു ഫോറസ്റ്റ് ഒരു സാറ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ സാറിനോട് ചോദിച്ചാൽ. അപ്പോൾ സാറേ, ഇത് ഈ കോട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും പ്രത്യേകതകളായിട്ടുള്ള എന്തെങ്കിലും സംഭവം എന്താണ് ഇതിൻ്റെ പ്രത്യേകത? കോട്ടപ്പാറ എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോട്ട പോലെ ഇത് ഒരു 10 കിലോമീറ്ററിൽ കൂടുതൽ ഇങ്ങനെ 2 വശവും ഇരുവശവും ചെങ്കുത്തായ സ്ഥലങ്ങൾ വാസ്തവം നിൽക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കോട്ടപ്പാറ എന്ന് പറഞ്ഞ് പഴയ കാലത്തുള്ള ശീലം മാത്രം ഉണ്ടായിക്കാണ്. പ്രത്യേക ഒന്നുമില്ല. കോട്ട പോലെയല്ല, കോട്ട പോലെയുള്ള പാറകൾ നിരന്ന് ഇങ്ങനെ വരമ്പ് പോലെ ഇങ്ങനെ അങ്ങ് 10 കിലോമീറ്ററോളം ദൂരം അധികമുണ്ട്. അങ്ങോട്ടാണ് പഴയ കാലത്ത് തൊട്ട് പറയുന്നതാണ് കോട്ടപ്പാറ എന്നാണ് പഴയമുള്ള മനുഷ്യൻ. പ്രത്യേക ഇതൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് മഞ്ഞ് കാണാൻ ഒരു ഫേമസ് ആയത് 2-3 വർഷം ആയിട്ടുള്ളൂ. മഞ്ഞ്
വരുന്നു ആൾക്കാർ. എല്ലാ ആ സീസണിലുകൊണ്ട് മഞ്ഞുള്ള സമയമുണ്ട്. ഇപ്പോൾ ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ മഞ്ഞുള്ള സമയമുള്ളത്. പക്ഷേ മഞ്ഞുള്ള ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു. ഈ ഡിസംബർ ജനുവരിയാണ് ഏറ്റവും വലിയ. പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ല മഞ്ഞ്, രാവിലെ നല്ല മഞ്ഞുണ്ട്. മഴയുള്ള സമയത്തും നല്ല മഞ്ഞ് ഇതുണ്ട്. കോട്ടപ്പാറ അതുപോലെ തന്നെ കാറ്റാടിക്കടവ് എന്നുള്ള പോലെ. ഇതിനോട് സംബന്ധിച്ച് കിടക്കുന്ന വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഇവിടെ അടുത്ത് കോട്ടപ്പാറ സംബന്ധിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാറ്റാടിക്കടവ്. പിന്നെ അവിടെ നിന്നൊരു 5 കിലോമീറ്റർ പോയാൽ മീനൊളിയാമ്പാറ. അത് ഇതേ സെയിം സ്ഥലം, ഇതേ ഇതുപോലെ തന്നെ. അതെ, പെരിയാറിൻ്റെ തീരം കാണാം തൊട്ടടുത്ത് നിന്ന് എല്ലാം. പിന്നെ അടിമാലി, അങ്ങനെ മൂന്നാർ, അടുത്തുള്ള പ്രദേശങ്ങളെല്ലാം തൊട്ടടുത്ത് കാണാം. സാറിപ്പോൾ ഇവിടെ എനിക്ക് ആഴ്ചയിൽ ഞങ്ങൾ മാറിയാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. ഞങ്ങൾ പാത്രമായിട്ട് ജോലി ചെയ്യണം. അപ്പം ഓരോ ദിവസവും ഓരോ പാത്രന്മാർ മാറി ഇവിടെ സമയം എന്തെങ്കിലും സമയം അങ്ങനെ ഇതില്ല. രാവിലെ നൈറ്റുണ്ട്, പിന്നെ രാവിലെ. ഇപ്പം ഞാൻ തൊമ്മൂട്ടാണ് താമസം. എനിക്ക് വരാനുള്ളൊരു വഴിയുണ്ടെന്ന് വെച്ചാൽ 10 മണി അല്ലെങ്കിൽ 9 വരെയൊക്കെ ആവുമെന്ന് പറഞ്ഞു. 5 മണി വരെ കഴിയുമ്പോൾ അടുത്ത ട്രെയിൻകാർ. നമുക്കിവിടെ ഒരു ചേട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അമ്മൻ്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. രാജൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ഇവിടെ ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ട്. ചെറിയ കട എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഇവിടെ വന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ചായ, വെള്ളം, കഴിക്കാനായിട്ടുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ രാജേട്ടന് ഇവിടുത്തെ ഏകദേശം സ്ഥലങ്ങൾ ഫുള്ളും അറിയാൻ പറ്റും. അപ്പോൾ ആ ചേട്ടനോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. എറണാകുളത്തിൻ്റെ അങ്ങേറ്റം കാണാം. എറണാകുളം ഭാഗം അങ്ങേറ്റം ഇവിടെ നോക്കുമ്പോൾ ഇതേ ഭാഗം മൂവാറ്റുപുഴയായിട്ട് വരും. ഇതേ കാരണം തൊടുകയെന്ന് പോകുമ്പോൾ മൂവാറ്റുപുഴ തൊടുപുഴ നടക്കുന്ന മണിയന്ത്രംകുടി എന്ന് പറയാം, പൊങ്ങിക്കണം. അതിൻ്റെ ഇപ്പുറം തൊടുപുഴ ഭാഗമാണ്. ഇട്ടവരുടെ നേരെ കാണുന്ന തൊടുപുഴ ഭാഗം. ഇതേ ഭാഗം ഇഴുവില പൂഞ്ചിറ മലകൾ, ആ മല. അങ്ങോട്ട് കിഴക്കോട്ട് പോയാൽ ഇടുക്കി ഭാഗമാണ്. ഇടുക്കി കുളമാവ് ഭാഗമല്ലേ. കുളമാവ് ഡാം ഒക്കെ രാത്രി നിന്ന് വെട്ടം കാണും അവിടെ. ഈ സ്ഥലം മണ്ണപ്പുറം പള്ളിയാണ് ഇത് കാണുന്നത് താഴെ. ശരിക്കും ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഞങ്ങൾ 50 വർഷത്തിന് മുകളിലായി. 50 വർഷത്തിന് മുകളിലായില്ല. ഇവിടെ എങ്ങനെയായിരുന്നു ഈ കോവിഡ് കാലം ആയതുകൊണ്ട് തന്നെ ഇവിടെ സഞ്ചാരികൾ കാശ് എങ്ങനെയായിരുന്നു ആൾക്കാരെ? കോവിഡ് ആയപ്പോൾ ഒരു 8 മാസത്തേക്ക് അടച്ചിട്ടേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 2 മാസമായി തുറന്നിട്ടില്ല. എങ്ങനെയുണ്ട് ആൾക്കാരുടെ വരവ്? കച്ചവടം കാര്യങ്ങളൊക്കെ ആ. അപ്പോൾ ഇതാട്ടോ രാജേട്ടൻ്റെ കട. നമ്മൾ ആദ്യം പരിചയപ്പെടുത്തി നമ്മുടെ രാജേട്ടൻ്റെ കട. അപ്പോൾ രാജേട്ടൻ്റെ കടയിൽ നിന്ന്
നമ്മളത് ഒരു മിഠായി എടുത്തിട്ടുണ്ട് കേട്ടോ. മിഠായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലണ്ടി മിഠായി. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ളത് കപ്പലണ്ടി മിഠായി അവിടെ എടുത്തിട്ടുണ്ട്. വലിയ പറഞ്ഞെടുത്തോളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊളിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം നല്ല സ്നേഹമുള്ള ചേട്ടനാണ്. അതായത് ഞങ്ങളോട് വന്നു കഴിഞ്ഞപ്പോൾ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ തമാശയ്ക്ക് കൂട്ടുകാരനോട് പറഞ്ഞു പൈസ ഒന്നുമില്ല നീ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ കഴിച്ചതിൻ്റെ പൈസ തരണ്ട പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അത്രത്തോളം നല്ല സ്നേഹമുള്ള ഒരു ചേട്ടനാണ് കേട്ടോ. ഹായ്, അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി